ലിബിയൻ സൈനിക മേധാവി തുർക്കിയിൽ കൊല്ലപ്പെട്ടു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ദുരന്തത്തിലാണ് സൈനിക മേധാവി കൊല്ലപ്പെട്ടത് എന്ന് തുർക്കിയും ലിബിയയും ഒരേ തരത്തിൽ തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടു. ജനറൽ മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദാദ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച 4 മുതിർന്ന സൈനിക മേധാവികളുമടക്കം 7 പേരാണ് ചെറിയ വിമാനത്തിൽ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നത്. ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പിന്നാമ്പുറം ഏതെങ്കിലും ശക്തികളുണ്ടോ, അതല്ലെങ്കിൽ സാധാരണ ദുരന്തമാണോ, എൻജിൻ ഫെയിലാണോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സമഗ്രമായിരിക്കുന്ന ഒരു അന്വേഷണത്തിന് തുർക്കി ഉത്തരവിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലിബിയ അതിനോട് ചേർന്നുകൊണ്ട് സഹകരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. വിമാനം തകർന്ന് വീണ് അങ്കാറയ്ക്ക് സമീപം ദാരുണമായ രീതിയിലുള്ള ഒരു ദുരന്തം വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് തുർക്കിയുടെ പത്രങ്ങളിൽ ആദ്യമുണ്ടായത്. എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വിവര കാര്യങ്ങളൊന്നും പുറത്തു വന്നത് ലൈവായ രീതിയിൽ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ സമയത്താണ് തുർക്കിയിൽ നിന്ന് പുറപ്പെട്ടതാണ് അങ്കാറയിലെ അടുത്ത് വെച്ചിട്ട് ഈ ദുരന്തം ഉണ്ടാകുന്നതോടനുബന്ധിച്ച് തന്നെ അത്രയും സമയം റഡാറിൽ വളരെ കൃത്യതയോടുകൂടി കാണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ വിമാനം. പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു, പെട്ടെന്ന് ദുരന്തത്തിൽപ്പെടുന്നു, തകർന്നു വീഴുന്നു. അങ്കാറയുടെ എയർബോഗ വിമാനത്താവളത്തിൽ നിന്ന് ട്രിപ്പോളിയിലേക്കുള്ള യാത്രക്കിടെ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടു എന്നും പിന്നീട് റഡാർ സംവിധാനത്തിൽ നിന്ന് മാറിപ്പോയി, അതായത് അദൃശ്യമായി എന്നും അതിന് വല്ലാതൊന്നും കഴിയുന്നതിനിടയിൽ തന്നെ ദുരന്തം സംഭവിക്കുകയും ചെയ്തു. രാജ്യം 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലിബിയൻ വിമതപക്ഷ നേതാവായിരുന്നു കൊല്ലപ്പെട്ട ജനറൽ മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദാദ്. ലിബിയയിൽ 2011 കാലഘട്ടത്തിൽ ഗദ്ദാഫിക്കെതിരെ നടത്തിയിരിക്കുന്ന സൈനിക ഇടപെടലും ജനകീയമായിരിക്കുന്ന വിമത പ്രക്ഷോഭത്തിനും ഇദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. 2020 കാലഘട്ടത്തിൽ സൈനിക ചുമതല വഹിച്ചിരുന്നു ഹദ്ദാദ്. അതിനുശേഷമാണ് 2020 ആയതോടുകൂടി സൈനിക മേധാവിത്വത്തിലേക്ക് ഇദ്ദേഹം വന്നിരിക്കുന്നു എന്ന് ചുരുക്കം. അങ്കാറിൽ നിന്ന് ട്രിപ്പോളിയിലേക്ക് മടങ്ങുന്നതിന് മുൻപുള്ള ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യതയോടുകൂടിയുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തുർക്കി ആവശ്യപ്പെടുകയും വേണ്ടി വന്നാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് റഷ്യ പറയുകയും ചെയ്തിരിക്കുന്നു. സ്ഫോടനം നടന്നതാണോ എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം. ഗദ്ദാഫിക്കെതിരെ സൈനിക നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ട് അങ്ങനെ വല്ല ശത്രുതയും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടോ, അതല്ലെങ്കിൽ ഗദ്ദാഫി പക്ഷ വിഭാഗം ഈ ലിബിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമാകുന്നുണ്ടോ എന്ന അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ സംഭവം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വിവരിക്കാം. പ്രതിരോധ ചർച്ചയും സൈനിക ചർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ലിബിയയുടെ സൈനിക മേധാവി തുർക്കിയിലെത്തുന്നത്. തുർക്കി പ്രതിരോധ മന്ത്രി യഷോർ ഗുലേറുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതിൽ പ്രതിരോധ ഉദ്യോഗസ്ഥന്മാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ലിബിയ തുർക്കി സൈനിക സഹകരണം, ലിബിയൻ സൈന്യത്തിന് പരിശീലനം, പിന്നീട് പുനഃസംഘടന, തുർക്കി സേനയിൽ ലിബിയയുടെ സാന്നിധ്യം, സുരക്ഷാ ഏകോപനം, ഇതെല്ലാമാണ് 2 രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ഉടമ്പടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. തുർക്കിയും ലിബിയയും തമ്മിൽ 1900 കിലോമീറ്ററാണ് ദൂരപരിധിയുള്ളത്. അതിൻ്റെ റൂട്ട് പാത നോക്കുന്ന സമയത്ത് ലിബിയയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വഴി ഗ്രീസ് കഴിഞ്ഞിട്ടാണ് തുർക്കിയിലെത്തേണ്ടത്. മെഡിറ്ററേനിയൻ കടൽ പരമാവധി മേഖലയിലെല്ലാം ഇസ്രായേലി നിയന്ത്രണവും നിരീക്ഷണവും ഉണ്ടാകുന്ന ഏരിയകളാണ്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളും അന്വേഷണത്തിൽ വരുന്നു. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന 3 ദുരന്തങ്ങളെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ച വന്നിരിക്കുകയാണ്. ഒന്ന്, ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. രണ്ടാമത് ഖത്തറിൻ്റെ ഈ സൈനിക മേധാവികളുടെ ഉദ്യോഗസ്ഥർ ഈജിപ്തിൽ വെച്ച് കൊല്ലപ്പെട്ടു, വാഹന അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ആ കാര്യത്തെക്കുറിച്ചും ഒരു രൂപം ഇതുവരെ കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ ദുരന്തമാണ് ഇപ്പോൾ ലിബിയയുടെ സൈനിക മേധാവി കൊല്ലപ്പെടുന്നത്. 2024 മെയ് മാസം 19-നാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പറക്കുന്നതിനിടയിൽ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ആ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ അദ്ദേഹം മാത്രമല്ല, ഹുസൈൻ അമീർ അബ്ദുള്ള, അതായത് വിദേശകാര്യമന്ത്രി, മാലിക് റഹ്മാനി, ഗവർണർ ജനറൽ, സയ്യിദ് മുഹമ്മദ് അലി അഷെ,
അസർബൈജാൻ്റെ ഈ പ്രതിനിധി എന്നിവരടക്കമുള്ള ആറ് നേതാക്കളാണ്, രാജ്യത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന 6 നേതാക്കളാണ് ഒരേ സമയത്ത് കൊല്ലപ്പെട്ടത് എന്നൊരു പ്രത്യേകതയുണ്ട്. 2025 ഒക്ടോബർ മാസം 12-ാം തീയതി ഖത്തറിലെ 3 നയതന്ത്ര ഉദ്യോഗസ്ഥർ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഷറമുൽ ഷെയ്ഖ് എന്ന് പറയുന്ന ഈജിപ്തിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരത്തിൽ വെച്ചാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അധികാര ചുമതല വഹിക്കുന്നയാളും, അതായത് ഇപ്പോൾ ഖത്തറിൻ്റെ ഭരണത്തിലെ രാജകുടുംബത്തിൻ്റെ പ്രതിനിധിയായിരുന്നു മരണപ്പെട്ടിരിക്കുന്ന സെയ്ദ് സൗദ് ബിൻ തമർ അൽത്താനി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുള്ള കനീം, ഹസൻ ജാബിർ എന്നീ 3 പേർ കൊല്ലപ്പെടുകയും 5 പേരുള്ള യാത്രയിൽ 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഖത്തറിൻ്റെ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. തുർക്കിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇറാൻ്റെ നിലപാട് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഈ 3 രാജ്യത്തെയും കേന്ദ്രീകരിച്ച് ഇപ്പോൾ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ലിബിയാണ് അടുത്ത കക്ഷി. ലിബിയ എന്ന് പറഞ്ഞാൽ ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫി എല്ലാ കാലത്തും ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ ചേരിയാണ്. അത് എല്ലാ കാലത്തും ആ നയങ്ങളും നിലപാടുകളും അദ്ദേഹം ഉറക്കെ തന്നെ പറഞ്ഞിരുന്നു. സദാം ഹുസൈനെ പോലെ ഇസ്രായേൽ വിരുദ്ധത പ്രകടിപ്പിച്ച രാഷ്ട്ര നേതാക്കന്മാരിൽ പ്രമുഖനാണ് ലിബിയയുടെ നേതാവ് കേണൽ ഗദ്ദാഫി. അദ്ദേഹം കൊല്ലപ്പെടുന്ന ആ സാഹചര്യത്തോടനുബന്ധിച്ചാണ് ഇന്നലെ കൊല്ലപ്പെട്ടിരിക്കുന്ന സൈനിക മേധാവിയുടെ പേര് ഉയർന്നു വരുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതിൽ ഇസ്രായേൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അന്വേഷണ വിധേയമായിട്ട് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ തുർക്കിയും ലിബിയയും രാഷ്ട്രീയമായ രീതിയിൽ ഒരു ഏകോപനം ഉണ്ടാക്കുമ്പോൾ ഭാവിയിൽ അത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും എന്നത് മാത്രമല്ല ഇസ്രായേൽ വിഷയമായിട്ട് കാണുന്നത്. ഗസ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഇതിനാൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കിട്ടും എന്നൊരു പേടിയുമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ചില അപകടങ്ങളും ചില ദുരന്തങ്ങളും ഒരു കാലത്തും തെളിയാത്ത രീതിയിലാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പല രാഷ്ട്ര തലവന്മാരെയും ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്നത്. അതിന് സംഭവം പറയുന്ന സമയത്ത് ഇസ്രായേലാന്നൊക്കെ പറയുകയാണ് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിന് പിന്നാമ്പുറം എല്ലാ കാലത്തും പ്രവർത്തിക്കാറുള്ളത് അമേരിക്കയാണ്. അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ റൂട്ട് മാപ്പുകളും സംവിധാനങ്ങളും ഏതെങ്കിലും രാജ്യങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുള്ള രാജ്യങ്ങളുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതില്ലാതാക്കുന്ന രീതിയിലുള്ള സംവിധാന കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും ചെയ്യാറുള്ളത് അമേരിക്കയാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഫലസ്തീൻ 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയും 250ഓളം ഇസ്രായേലികളെ പിടിച്ചു കൊണ്ടുവരികയും അവിടെ ഒരുപാട് 1000 ചില്ലാനും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത ആ ദാരുണമായിരിക്കുന്ന ദുരന്തത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ ലോകരാജ്യങ്ങൾ ഈ 2 പക്ഷത്തേക്ക് ചേരി തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം പിന്നീട് പ്രകടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ, ഇതുവരെ സംസാരിക്കാത്ത രാജ്യങ്ങളും നിലപാട് പറയാത്ത രാജ്യങ്ങളും അവരുടെ നിലപാടുകളും രീതികളും ഭാവിയിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിലൊന്ന് ഇറാനാണ്. ഈ പറയപ്പെട്ട ഈ രാജ്യങ്ങൾ ഖത്തറിനെ കുറിച്ച് ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. മധ്യസ്ഥ റോളിൽ അവർ വരുന്നുണ്ടെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും അവർ ഹമാസിന് അനുകൂലമായ രീതിയിലുള്ള നിലപാടിനോടൊപ്പമാണ് ചേർന്ന് നിൽക്കാറുള്ളത്. തങ്ങളുടെ നയത്തെയും നിലപാടിനെയും സമീപനത്തെയും എതിർക്കുക എന്നുള്ളത് ഖത്തറിൻ്റെ പല ഘട്ടങ്ങളിലുള്ള ഉദ്ദേശമാണ്. ആന്തരികമായ രീതിയിൽ അവരുടെ ആ നയങ്ങളും നിലപാടും തങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട് എന്ന് പല സാഹചര്യങ്ങളും അവസരങ്ങളും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയവുമായിട്ട് പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായി ഖത്തറിന് നേരെ ഒരു ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഖത്തറും ഇതിൽ ഏറെക്കുറെ ഇൻവോൾവ് ആണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെയാണ് 3-ാം ഘട്ടത്തിൽ വരുന്ന രാജ്യമാണ് തുർക്കി. തുർക്കി വലിയ കനമുള്ള ഭാഷയിൽ തന്നെ ഇസ്രായേലിനെ വിമർശിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു ഭീകര രാജ്യമാണെന്നും ആ ഒരു ഭീകര രാജ്യത്തിൻ്റെ നേതാവാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്നതിനാൽ അദ്ദേഹത്തെ കാണുന്നിടത്ത് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറഞ്ഞത്. അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ലോകത്തെ ഏക രാജ്യത്തിൻ്റെ പേരും തുർക്കിയായിട്ട് മാറി. അപ്പോൾ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം വൈകാരികമായ രീതിയിൽ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലൊക്കെ ഇടപെടുന്ന ലിബിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പതുക്കെ തല ഉയർത്തി നിൽക്കുകയാണ്, അല്ലെ തല ഉയർന്ന് നോക്കുകയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ നിരീക്ഷണം. അങ്ങനെ ഈ രാജ്യം, ലിബിയ എന്ന് പറയുന്ന രാജ്യം തുർക്കിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഭാവിയിൽ അത്
സാരമായിട്ട് ബാധിക്കും എന്ന് ഇസ്രായേലിന് അറിയാവുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും ഇടപെടലുകൾ ഈ ദുരന്തവുമായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇറാനുമായിട്ട് ബന്ധപ്പെട്ടും ഖത്തറുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നു. തുർക്കിയായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ആരും മരിച്ചിട്ടില്ല. മരിച്ചത് ലിബിയയുടെ സൈനിക മേധാവിയാണ്. സൈനിക മേധാവി മരണപ്പെടാനുള്ള കാരണം പറയുന്നത് അത് തുർക്കിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കിക്ക് ഒരു പാഠം കൊടുക്കാനായിരിക്കുമോ എന്ന സംശയമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. മാത്രവുമല്ല, ഇസ്രായേലിനെതിരെ ഏതെങ്കിലും നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് ലിബിയ ഉയരാൻ പാടില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ട ഒരു രീതിയാണ്. അതിൻ്റെ ലിബിയയുടെ പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷികളൊക്കെ ചില അഭിപ്രായം പറഞ്ഞതിനോട് അനുബന്ധിച്ച് പറയുന്നു, അദ്ദേഹം അങ്ങനെ നിഷ്കളങ്കനായിരിക്കുന്ന സത്യസന്ധനായിരിക്കുന്ന ഒരു സൈനിക മേധാവിയൊന്നുമല്ല. അഥവാ ലിബിയയുടെ പ്രസിഡൻ്റായിരുന്ന കേണൽ ഗദ്ദാഫിയെ വധിക്കാനും വധിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് പോലും വിട്ടുകൊടുക്കാതിരിക്കാനും ഉറക്കെ ശബ്ദിച്ചതിലും ഈ പറയപ്പെട്ട സൈനിക മേധാവി ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കയ്യും അത്ര ശുദ്ധമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലിബിയയുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. ജനറൽ മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദാദാണ് കൊല്ലപ്പെട്ടത്. സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്തണം. ഒരു നേതാവും ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്നുള്ളിടത്തേക്ക് ഒരു രാജ്യവും രാജ്യത്തിലെ ഏതെങ്കിലും വ്യക്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്നാണ് തങ്ങളുടെ നിലപാട് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു.